എന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്, ലക്ക് വന്നത്. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച് എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങളൊക്കെ? സപ്പോർട്ട് ചെയ്യുമല്ലോ, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. വീഡിയോസ് എടുക്കാനും സപ്പോർട്ടാണ്. സിനിമയ്ക്കാരും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 2 വർഷം 3 വർഷമായില്ലേ? 2 കൊല്ലം ആവുന്നു. ഓക്കെ, അപ്പം അഖിലിന്റെ വിഷയങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്യുമെന്ന് ഇങ്ങനെ ഒരു സൂചന വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരുണ്ടോണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനും പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഈ കാണുന്ന തന്തയ്ക്ക് പറക്കാത്തവനാണ് അവളെ കൊണ്ടുപോയത്, ഈ പറയുന്നവനാ. പിന്നെ അവന് അങ്ങനെ വീഡിയോ കൂടിയോ ഒന്നുമില്ല. ഈ പറയുന്ന തൊട്ട് ബസ്സിലെ കണ്ടക്ടറും കാര്യങ്ങളുമാണ്. അവൻ്റെ കൂടാണ് അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവൾക്ക് ഒരു കുറവും ഇവൻ വരുത്തിയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാലാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഇപ്പോൾ 4-5-6 വർഷം കൊണ്ട് അവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും ചില സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അവൻ ഗേ ആണെന്ന്. അങ്ങനെയുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചില ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ സംസാര രീതി ആയിരിക്കും, അവൻ്റെ ശൈലിയായിരിക്കും. പക്ഷെ അവൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. എന്നെ ഒരു പേഴ്സണൽ ഒരു വ്യക്തി വിളിച്ചു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവൻ്റെ പേര് പന്തളത്താണ് കേസ് കൊടുത്തത്. പന്തളത്താണ് ഇവൻ്റെ പേര് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. വിളിച്ച വ്യക്തി എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുപോലെ പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. ആ ഒരു വ്യക്തിയും ഞാനും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പോഴാണ് ഇവൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് കക്ഷി, ഇവൻ്റെ കൂടാണ് അവൾ ഇറങ്ങിപ്പോയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ സിനിമയിലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ നേരിട്ട് ഈ ഒരു ഇതുപോലൊരു സംഭവം ഞാൻ ഇവനെ കുറ്റപ്പെടുത്തുകയോ പുച്ഛിക്കുകയോ ഒന്നുമല്ല. ഇവൻ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഒരു ആണും കൂടെ നിൽപ്പുണ്ടായിരുന്നെന്ന് ഈ നായിൻ്റെ മോനും കൂടെ ആലോചിക്കണമായിരുന്നു. ഓക്കെ, നിനക്കൊരു സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനായിരിക്കും കിട്ടിയത്, പക്ഷേ ഇപ്പുറത്ത് ഒരുത്തൻ്റെ വേദന അത് അനുഭവിക്കണോടാ. നിനക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ആരാണ്ടൻ്റെ അവൻ്റെ ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ നടക്കുന്ന കുറേ നായിൻ്റെ മക്കളുണ്ട്. അവരുടെ അടുത്തോട്ട് പോകാൻ ഇതുപോലുള്ള സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇതാണ്. ഉള്ള കാര്യം തുറന്നു പറയാലോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നമ്മൾ ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ കൊണ്ട് ഇതുപോലുള്ള കുറേ ചെറ്റകൾ കയറി വന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറി കുളവാക്കി അവൻ്റെയൊക്കെ അമ്മയുടെ 16 അടിയന്തരത്തിന് പോകുന്ന വഴിക്ക് എന്താ പറയുക, അമ്മാതിരി ചില ടീംസുകളുണ്ട്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, എൻ്റെ പൊന്നളിയാ ഒന്ന് പോയിത്താ എന്ന് കരഞ്ഞ് കാല് പിടിച്ചാൽ പോലും പോകാത്ത കുറേ നായ്ക്കളുണ്ട്. ഓക്കെ, ആ കിടത്തിപ്പെടാം. കാരണം അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഫീലിങ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഉള്ള കാര്യം പറയാമല്ലോ. അല്ലെങ്കിൽ പോട്ടെ, ഡിവോഴ്സ് ചെയ്ത് മാന്യമായിട്ട് ഇറങ്ങിപ്പോ, അന്തസ്സുണ്ട്. ഇത് രാത്രി 12:45 അവൾ പഠിക്കാനാണെന്നും പറഞ്ഞ് പോയിട്ടാണ് അവൾ 12:45 ചാടിപ്പോയത്. ഓക്കെ, ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇതിപ്പം പണ്ടാരാണ്ട് പറയുന്ന തൊട്ട് തള്ള വേലിയാടിയ മോളും അതിലാടും എന്ന് പറയുന്ന പോലെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാൻ അതും പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അഖിലൊരു കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിൽ പറഞ്ഞ കള്ളം എന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ അഖിലിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു വീഡിയോ. ഏത് വീഡിയോ? നിൽക്ക്, ഞാൻ അതിൻ്റെ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് എടുത്തു തരാം. ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്, ഒന്നും കൂടെ നിങ്ങൾ കാണണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ഞാൻ മുമ്പേ വെച്ചാണ്. ഇനി കുറച്ച് സത്യം പറയാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ചാനലും സബ് ചെയ്തു, ഒന്ന് ഹൈപ്പും കൂടെ കൊടുത്തു ഒരു വീഡിയോക്ക്. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഷെയറും കൂടെ ചെയ്തു. അവിടെ ഒരു പണി ഉണ്ടായില്ല. എവിടെ കണ്ടേ? അത് എന്റെ വീടിനടുത്താണ് വീട്. അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ ആളെ കണ്ടിട്ടില്ല. എനിക്ക് അവരുടെ അച്ഛനെ കണ്ടിട്ട്, അച്ഛനെ എനിക്ക് അറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷം ആ ഒരു അച്ഛനെ ഇവിടെ നോട്ട് ചെയ്തേക്കണേ, ഞാൻ പറയാം. ടിസ്റ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന പച്ചക്കള്ളവാ. പിന്നെ ഫോൺ വിളിച്ചു, അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായ നല്ലത്. പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ട്. അപ്പൊ 2 വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. കല്യാണത്തിൽ എത്തിച്ചു. അവള് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഈ പറഞ്ഞോട്ട് ഫീലിംഗുകളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ ശരിയായി. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ ഓക്കെ. ഇനി ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. ഇവര് തമ്മിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ പ്രണയമാണ്, ഇവനും. ഇവർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഇവൻ പണ്ട് മുതൽ ഇവിടെ പുറമെ നടക്കുന്നതാണ്. അത് വേറെ കാര്യങ്ങൾ, ഇത് ആർക്കും അറിയത്തില്ല ഈ ഒരു കാര്യം. ഇപ്പം ഇവൻ എന്തുകൊണ്ട് അത് പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കഥയുണ്ട്. ആ കഥ ഇപ്പോൾ ഓക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറയും. എനിക്കൊരു മടിമാനമൊന്നും ഒരു വിഷയമൊന്നുമായിട്ട് ഞാൻ നോക്കുന്നൊന്നുമില്ല. അത് വേറെ ഒന്നുമല്ല. അവർ സെക്കൻഡ് മാരേജാണ്. അമ്മ സെക്കൻഡ് മാരേജാണ്. ഇപ്പം കല്യാണം കഴിച്ചേക്കുന്നത്. ആദ്യം ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഡിവോഴ്സായി. ഇപ്പോൾ സെക്കൻഡ് മാരേജ് ഒരു വ്യക്തിനെയാണ്, അത് അത്യാവശ്യം ഫേം ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളിയാണ് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അത് ആ ഒരു സംഭവമാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഇരിക്കുന്ന കട്ടിലേലാണ്. അയ്യോ, കട്ടിലിൻ്റെ അടിയിലോട്ട് പേന താഴെ പോയി ഗൈസ്. പേന താഴെ. ഞാൻ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പേന എടുത്ത് കേട്ടോ. പേന എടുത്ത് അപ്പോൾ ഒരു കാര്യം കണ്ടു.
അപ്പം ഊഹിച്ചെടുത്തോ എന്താണ് ആ കഥയെന്ന്. അതാണ് ഞാൻ പറഞ്ഞ തള്ള വേലിയാടിയ മോള് മതിലയാടും എന്ന് പറയുന്നതിൻ്റെ കാര്യം അതായിരുന്നു. അത് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല. അതാണ് കട്ടിലേന്ന് അത് മനസ്സിലായി കാണുമല്ലോ. ഞാൻ കൂടുതലായിട്ടൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല ഞാനിവിടെ. അതാണ് സംഭവം. അപ്പോൾ ആ ഒരു കാര്യം അത്യാവശ്യം എല്ലാവർക്കും അറിയാം. നാളെ മൊത്തം നാളെ ഇരിക്കുന്നൊരു സംഭവം തന്നെ. ഇതുകൊണ്ട് ഇവൻ പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അഖില്. ഞാൻ അതിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, അതിലോട്ട് പോകുന്നതിന് മുമ്പ് കല്യാണ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചോണേ. ആ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയാണ് ആദ്യത്തെ പപ്പ. പുള്ളിയെ നിശ്ചയത്തിനൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. മറ്റേ വെള്ളം ഇട്ടുകൊണ്ട് വരയ്ക്കുന്നതാണ് രണ്ടാമത്തെ പപ്പ. ഓക്കെ, ഇതാണ് സംഭവം. ഇതിനിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ചിട്ട് നിങ്ങളെ കേൾപ്പിക്കാം. അതുകൊണ്ടേ ഇവരാണ്. അപ്പം ഇത് കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കുറേ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് മോക്ക് വേറെ ആരെയും കണ്ടില്ലയോ, മോളെന്തിനും ഇങ്ങനെ ചാടിപ്പോയോ, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതി കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ കൊച്ചിൻ്റെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പം പെട്ടെന്ന് വിധം മാറും, സ്വഭാവം ക്യാരക്ടർ ചേഞ്ച് ആകും. അങ്ങനെ ഇതുണ്ട് ഈ പുള്ളിക്കാരിക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വീഡിയോ ശ്രദ്ധിക്കുമ്പോഴേ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നേരത്തെ അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് ആളുടെ സ്വഭാവം ചേഞ്ച് ചെയ്യും. എന്നാണ്ടേ ആ നിൽക്കുന്ന ചുമലയും ആ വെള്ളയാണ് ഇവിടെ ആദ്യത്തെ അച്ഛനും രണ്ടാമത്തെ അച്ഛനും. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. അപ്പം ഈ ആദ്യത്തെ അച്ഛനാ 1 കിലോളം സ്വർണ്ണമാണ് കൊടുത്തത്. അമ്പലപ്പുഴയിൽ കണ്ട് 1 കിലോളം സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തത്. ആ വെള്ള ഉടുപ്പിട്ട വ്യക്തി നിന്ന് ഒരു മോളുണ്ടായി, ചക്കി എന്ന് പറയുന്നത്. ആ കൊച്ചാണ് രണ്ടാമത്തെ. ഇവിടെ അനീതി എന്ന് പറയുന്ന ഒരു ചക്കിയുണ്ട്. അത് രണ്ടാമത്തെ ഒരു കൊച്ചാണത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. അതാണ് ഒന്നാമത്തെ വിഷയം. അപ്പം ആൾക്കാർ ആകെപ്പാടെ നെഗറ്റീവ് അടിച്ചിങ്ങനെ ഇതായിട്ടിരിക്കുക. പിന്നെ ഇവിടെ പോകുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ അഖിലിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വെറുതെ കൊണ്ടിടുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചായിരുന്നു ചില കാര്യങ്ങൾ. ഇവന് ഗേ ആണെന്നുള്ള രീതിയിലൊരു സംസാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ കോണ്ടന്റ് ക്രിയേറ്റ്, അവൻ അങ്ങനെ സംസാര ശൈലിയൊക്കെ ചില ആൾക്കാർക്ക് തോന്നിയായിരിക്കും. പക്ഷെ അവൻ ആൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവന് പെണ്ണുപിടിയോ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. എൻ്റെ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ എത്തിക്കുന്നുണ്ട്, ഒരു പേടിയും കൂടാതെ. ഞാനിപ്പോൾ സംസാരിച്ച വ്യക്തി അത്യാവശ്യം ഫേം ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എപ്പോൾ വേണമെങ്കിലും എന്നെ തൂക്കിയെടുത്ത് കൂട്ടാൻ പറ്റുന്ന ഒരു ആളാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഇവിടെ കുറച്ച് പോയാൽ മതി. അപ്പം ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്യും. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി ഇവനാ, എനിക്ക് ഇവനോട് അസൂയ. പിന്നെ എന്താ പറയണ്ടേ, അവൻ്റെ കഴിവ് തെളിയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തന്തയ്ക്ക് പറക്കാത്തവനാ, നാറി പൊന്നെൻ്റെ മോനെ ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം ഒരാളുടെ വേദന എന്താണെന്ന് പറഞ്ഞാൽ പിന്നൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഇപ്പം നിൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമ്പോഴേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. അവിടെ പന്തളം പോലീസ് സ്റ്റേഷനില്ല, ഇവർക്ക് ഇവിടെ ഇവന് ആലപ്പുഴ കേസ് കൊടുക്കാൻ നാണക്കേടായതുകൊണ്ട് ഇവർ കൊണ്ട് ഇവൻ്റെ സ്ഥലം അറിഞ്ഞ് അവിടെ കൊണ്ട് കേസ് കൊടുത്ത് പന്തളത്തിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പെണ്ണിനെ വേണ്ട, പെണ്ണിൻ്റെ തോന്നി പോലെ പോകാനുള്ള രീതിയിലാണ് പെണ്ണിൻ്റെ വീട്ടുകാർ സംസാരിക്കുകയൊക്കെ ചെയ്തത്. തോന്നി പോലെ എങ്ങനെ വെച്ചാൽ നീ പോക്കോ, ഞങ്ങൾക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അവളെയും കൊണ്ടങ്ങ് പോയി. ഇപ്പം ഇവനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവൾ പോട്ടെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ, അവൻ ആ പടെ കിളിപ്പോയ അവസ്ഥ. ഇനി അവൻ ഗേ അതാണ് മറ്റേതെന്ന് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് അവനെ ആരും മാനസികമായിട്ട് താല്പര്യമൊന്നും വേണ്ട. അവൻ വല്ലതും കടുങ്കയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അവൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ അതൊന്ന് വെച്ചുതരാം. കല്യാണ വീഡിയോയും ട്രോളും അന്നത്തെ ഒരു സെറ്റപ്പ്.
ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഫോട്ടോ എടുത്തു. നീ ഇത് ഓൺ ചെയ്യുന്നില്ല. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോണ്ട് അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. കൂട്ടുകാരൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് എൻ്റെ ചെറുക്കൻ. എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കുമല്ലോ ആ ഒരു നിമിഷം. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. സത്യം പറയാമല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ പൊന്നുപോലെ നോക്കും, നല്ല രീതി നോക്കും, നല്ല രീതി ഇഷ്ടപ്പെടും, നോക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മളെന്താ ഒന്ന് നുള്ളിക്കാനോ ഒന്ന് കൊത്താതോ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യും. എങ്ങനെ ഇല്ല മാമ്പഴം പഴുത്തിരിക്കുക എന്ന് പറയത്തില്ലേ, നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അപ്പുറത്തുനിന്ന് ഏതെങ്കിലും വന്ന് അണ്ണാൻ ചപ്പിക്കൊണ്ട് പോവുകയും ചെയ്യും. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ, അത് അനുഭവിക്കുമ്പോഴേ അത് അറിയത്തുള്ളൂ അതിൻ്റെ ഒരു പേന. സത്യം പറയാമല്ലോ, ഇതുപോലുള്ള പല തന്തയ്ക്ക് പറക്കാത്തവന്മാർ വന്ന് കൈയും കാര്യവും ഒക്കെ കാണിച്ച് കൊണ്ടുപോകും. നമ്മൾ അതിശയിച്ച് പോകും. ഇത് ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല. ഞാൻ ശരിക്കും എൻ്റെ കിളിയെ അപ്പം എന്തൊക്കെ അടിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. എൻ്റെ തെണ്ണം കൊണ്ട് പറയുക, ഉള്ള കാര്യം പറയാമല്ലോ. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓ, ഓക്കെ. അപ്പോൾ ഇതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ മണിയറ ഇതൊക്കെ ഞാൻ കണ്ടില്ലല്ലോ. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി അല്ലെങ്കിൽ എന്തൊക്കെ സുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാണിക്കുന്നതെല്ലാം വിവരക്കേടാണ്. ആ ചെറുക്കിന് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെന്താണ്, അഡ്വക്കേറ്റ് കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പേരൊന്നും കൂടെ ഞാൻ പറയുകയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 3 വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ഇട്ടോ. ബൈ, ലവ് യു ഓൾ.